ഞാനിവിടെ ഒരു കോൾ റെക്കോർഡും അതിനോടനുബന്ധിച്ച് കുറച്ച് ചാറ്റും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അപ്പം ആളുടെ പേരും കാര്യങ്ങളൊക്കെ ആൾ തന്നെ പറയുന്നുണ്ട്. ആളുടെ നാട്ടിലുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഈ ചെക്കനെ ഒന്ന് നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ പെങ്ങൾ, നിങ്ങളുടെ അമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യ സേഫായിട്ടിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള ചെക്കന്മാരെ ഒന്ന് നിങ്ങളുടെ നാട്ടിൽ നിന്നും സൂക്ഷിക്കുന്നത്, നാട്ടിലുള്ള അതാത് സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങളിത് അറിയിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇപ്പോഴത്തെ കാലത്ത് ഓരോന്ന് കേൾക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കേട്ടും കണ്ടും നോക്കിയിട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ നമ്പർ കൊടുത്തത് എന്തിനാന്നുള്ളത് ഇൻസ്റ്റഗ്രാമിൽ ഇല്ല. നിനക്കെന്താ ആവശ്യം? നീ എന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? ഒന്നുമില്ലാണ്ട് ഒരാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കോ? നിന്റെ പേരെന്താണ്? വീട് എവിടെയാണ്? വീട്ടിലാരൊക്കെ ഉണ്ട്? അമ്മയില്ല? വീട്ടുപേരെന്താണ്? വീട്ടുപേരെന്താണ്? ആണെങ്കിലോ? എന്താ വീട്ടുപേര് പറയാൻ ഇത്ര പേടി എന്താ? അല്ല, വീട്ടുപേര് പറയാൻ എന്താ പേടി ഇത്ര എന്താ? എനിക്ക് പേടിയൊന്നുമില്ല. എന്നാ പറഞ്ഞൂടെ? ഫോട്ടോ അയച്ചു തരാനാണോ? ഫോട്ടോ ഫോട്ടോ അയച്ചു തരാൻ വേണ്ടിയാണോ? നീ എൻ്റെ കാരണവൻ്റെ മോനാണല്ലേ എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാന്. നീ എൻ്റെ കാരണവൻ്റെ മോനാണല്ലോ എനിക്ക് നീ ഫോട്ടോ അങ്ങോട്ട് അയച്ചു തരാന്. ഇതിന്റെ വർക്കല്ലേ ചെയ്യണത്? നിനക്കിപ്പോ എന്താണ് ആവശ്യം? അത് പറ. എനിക്കൊന്നും വേണ്ട. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? നീ 2 പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ? പിന്നെ ബാക്കിയൊക്കെ വേറെ ആരും നിന്റെ അച്ഛൻ വന്ന് വിളിച്ചതാ? ഇതിൽ സകലം മിസ് കോള് കിടക്കുന്നുണ്ട്. നീ ഇപ്പൊ പറഞ്ഞ സൈബർ സെല്ലിൽ ഞാൻ പോവണ്ടെന്നുണ്ടെങ്കിൽ നീ 2 പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ? ഇപ്പൊ 3 ആയോ? ഇനി കൂടുവോ? അറിയില്ല. അപ്പൊ അറിയില്ല എന്നായി. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? അതൊന്ന് കേക്കട്ടെ. നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? പിന്നെ ഒന്നും അറിയണ്ടെങ്കിൽ എന്തിനാണ് ചെക്ക ഇങ്ങനെ നിർത്താതെ എന്റെ ഫോണിലോട്ട് വിളിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് നിന്റെ മിസ് കോള് ഞാൻ നിന്റെ വാട്സപ്പിൽ തന്നെ ഇട്ട് തന്നാൽ നിന്റെ പ്രശ്നം തീരുവോ? അപ്പൊ നിനക്ക് മനസ്സിലാവൂലേ നീ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? ഇപ്പൊ നിൽക്കാണ്ട് വിളിക്കല്ലോ ഒടിയെന്ന്. സമയം 8 മണിയായിട്ടല്ലേ ഉള്ളൂ. നീ രാവിലെ തന്നെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് എന്തിനാ? നിനക്കിപ്പോ എന്താ അറിയേണ്ടത്? പിന്നെ ഒന്നും അറിയാണ്ട് പിന്നെ എന്തിനാണ് കൊച്ചെ വിളിക്കുന്നതെന്നാ ഞാൻ ചോദിക്കുന്നത്. നമ്പർ കാണിക്കാത്തത് വേറൊന്നുമല്ല, കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ്. അപ്പം നമ്പർ നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ല. 9605171685. അപ്പോൾ ചോദിച്ച ചോദ്യം ഒരിക്കൽ കൂടി കേൾപ്പിച്ചു തരാം. ഈ മെസ്സേജ് ഇവൻ വിളിച്ച് വെച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത്. അപ്പം തിരിച്ച് വിളിച്ചിട്ട് ഈ ഡേഷ് മോന് ഫോണും എടുക്കുന്നില്ല. വിപിൻ എന്നാണ് പേര്. വീട്ടുപേര് വിപിൻ ദാസ് എന്നാണ് മുഴുവനായിട്ട് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള ഡേഷ് മക്കളോട് പറയാനുള്ളത്, ഉപജീവനമാർഗം അന്നം മുട്ടരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ നമ്പർ കൊടുത്തിട്ട്
ഫോട്ടോക്ക് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത്. അത് ചേച്ചി എന്തും കൊടുക്കുന്നത് കൊണ്ടായിരിക്കില്ല, അത് അവൻ്റെ അമ്മ കൊടുക്കുന്നുണ്ടാവും. അവൻ്റെ അമ്മ ഇല്ല എന്ന് പറഞ്ഞു. അമ്മ ചിലപ്പോൾ ഒരു പക്ഷേ കൊടുത്തത് കൊണ്ടായിരിക്കും ഇല്ലാതായത്. അത് എന്ന് വിപിനോട് ഞാൻ പറയാണ്. നിന്നെയൊന്നും സൈബർ സ്റ്റേഷനിൽ പോയിട്ട് പരാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഈ പകൽമാന്യതയുടെ മുഖം നാട്ടിലൊന്ന് കാണിച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഒരിക്കൽ കൂടി നിങ്ങളോടൊക്കെ ആയിട്ട് ഞാൻ പറയാണ്, ഞാൻ സോഷ്യൽ മീഡിയയിൽ എൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത്. ഫോട്ടോക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ്. അല്ലാതെ നിങ്ങൾക്ക് സൗഹൃദം കൂടാനോ നിങ്ങൾക്ക് ഇത് വിളിച്ച് തോന്നിവാസം പറയാനോ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിട്ടും വീണ്ടും എനിക്ക് അയച്ചത് നിങ്ങൾ കണ്ടില്ലേ. ഇവൻ്റെയൊക്കെ ആസനത്തിൽ കാന്താരി അരച്ച് തേച്ചാൽ ആ കാന്താരി നാണിച്ച് നാണം കെട്ട് പോകുന്നൊരവസ്ഥയിലേക്ക് പോകും. ഇവനൊക്കെ അമ്മയും പെങ്ങളും ഇല്ലേ എന്നുള്ളത് ഇവൻ്റെ നാട്ടിലുള്ള നാട്ടുകാർ തീരുമാനിക്കട്ടെ. ഏതായാലും പകൽമാന്യനായിരിക്കുമല്ലോ. നമുക്ക് നോക്കാം.